ഇന്ത്യ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ ചേരാതിരുന്നത് രാഷ്ട്രതന്ത്രജ്ഞതയോ അതോ ആനമണ്ടത്തരമോ? കോൺഗ്രസും ശ്രീ നെഹ്റുവിന്റെ അനുഭാവികളും അതിനെ രാഷ്ട്രതന്ത്രജ്ഞതയുടെ ഉത്തമ മാതൃകയെന്ന് കരുതുമ്പോൾ മറുപക്ഷം അതിനെ വിഡ്ഢിത്തരത്തിന്റെ മാതൃകയായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഇതിൽ ഏതു പക്ഷത്താണ്? 1945 ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതി രൂപീകരിച്ചു. ഇതിൽ 5 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അമേരിക്ക, USSR, ഫ്രാൻസ്, UK, ചൈന. ഇതിൽ ചൈനയുടെ കാര്യം നമ്മളൊന്ന് ഓർക്കണം. 1945 ചൈന ഭരിച്ചിരുന്ന ഒരു ദേശീയ സർക്കാരായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാർ അല്ലായിരുന്നു. പക്ഷേ ഈ കമ്മ്യൂണിസ്റ്റുകാരും സർക്കാരും തമ്മിൽ ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അന്ന്. 1950 ആയപ്പോഴത്തേക്കിന് ഈ കമ്മ്യൂണിസ്റ്റുകാർ ചൈനയുടെ ഭരണം പിടിച്ചെടുത്തു. ഏഷ്യയിലൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ വളർന്നു വരുന്നത് അമേരിക്കയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ UN സുരക്ഷാ സമിതിയിൽ നിന്ന് ചൈനയെ മാറ്റി പകരം ഇന്ത്യ ആക്കുന്നതിന് അമേരിക്ക ആലോചിച്ചു. പക്ഷെ ഇന്ത്യ അത് നിരസിച്ചു. എന്തുകൊണ്ടാണ് ഇന്ത്യ നിരസിച്ചത്? അന്നത്തെ പ്രൈം മിനിസ്റ്ററായിരുന്ന ശ്രീ നെഹ്റുവിന്റെ വാക്കുകളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കിത് മനസ്സിലാകും. ഇത് ചൈനയെ അപമാനിക്കുന്നതിന് തുല്യമാകും. അതുപോലെ തന്നെ ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം തകരുന്നതിന് കാരണമാകും. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഇന്ത്യക്ക് ഈ സുരക്ഷാ സമിതിയിൽ അംഗമാകാൻ തീർച്ചയായിട്ടും അവകാശമുണ്ട്. പക്ഷേ ഇത് ചൈനയുടെ ചെലവിൽ ഇതിന് ശ്രമിക്കുന്നില്ല. ഇങ്ങനെ ചിന്തിക്കാൻ പ്രധാനമായിട്ടും അദ്ദേഹത്തിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യയെ ഈ ചൈനയെ വെറുപ്പിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. 2, ഇങ്ങനെ ചൈനയെ മാറ്റുന്നത് വഴി ഐക്യരാഷ്ട്രസഭയുടെ മൂല്യങ്ങൾ കുറെ മൂല്യങ്ങൾക്ക് അത് എതിരാണെന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നു. 1955 വീണ്ടും ഇന്ത്യക്ക് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിലേക്കുള്ള അംഗത്വം വെച്ചു നീട്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്രാവശ്യ ക്ഷണം വന്നത് അമേരിക്കയുടെ അടുത്തുനിന്നല്ല, സോവിയറ്റ് യൂണിയന്റെ അടുത്തുനിന്നാണ്. നേരത്തെ ചൈനയ്ക്ക് പകരം ഇന്ത്യയെ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്രാവശ്യം UN സുരക്ഷാ സമിതിയുടെ ഈ അംഗത്വം കുറച്ചും കൂടെ വിപുലീകരിച്ച് ഈ 5 അംഗമുള്ളതിൽ നിന്ന് 6ാമത്തെ അംഗമായി ഇന്ത്യയും കൂടെ ചേർത്ത് വിപുലീകരിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. ഈ സമയത്തും ശ്രീ നെഹ്റുവിന്റെ മറുപടി വ്യത്യസ്തമായിരുന്നില്ല. ഇങ്ങനെ സുരക്ഷാ സമിതിയിൽ അംഗത്വം നേടാൻ ഇന്ത്യ ശ്രമിക്കുന്നത് വഴി മറ്റുള്ളവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുതെന്നും അതുപോലെ തന്നെ ചൈനയ്ക്കും മറ്റുള്ള രാജ്യങ്ങളുടെയും ഒക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം മാത്രം മതി ഇന്ത്യക്ക് അംഗത്വം കൊടുക്കുന്നതിനെ പറ്റി ചിന്തിക്കുന്നതെന്നും അദ്ദേഹം ശഠിച്ചു. വാസ്തവം എന്താണെന്ന് പറഞ്ഞാൽ ഇദ്ദേഹം അത്യന്തികമായി ഈ സുരക്ഷാ സമിതിയിലേക്ക് ഇന്ത്യയെ കൊണ്ടുവരുന്നതിന് താല്പര്യമൊന്നും കാണിച്ചില്ല എന്നുള്ളതാണ്. ഈ ചൈനയും അതുപോലുള്ള മറ്റുള്ള രാജ്യങ്ങളുടെയൊക്കെ അവരുടെ സുരക്ഷാ സമിതിയിലുള്ള അംഗത്വമായിരുന്നു അദ്ദേഹത്തിന്റെ മുൻഗണന. ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ 2 ക്ഷണങ്ങളും ഗൌരവമുള്ളതായിട്ട് അദ്ദേഹം കരുതിയില്ല. 1955 പാർലമെന്റിൽ നടന്ന ഒരു സംവാദത്തിനിടയിൽ ശ്രീ നെഹ്റു പറഞ്ഞത് ഈ 2 ക്ഷണങ്ങളും ഔദ്യോഗികമായിട്ടുള്ളതൊന്നും ആയിരുന്നില്ല, ഇത് തികച്ചും വ്യക്തതയില്ലാത്ത ചില സംസാരങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ അനുഭാവികളും ഒക്കെ പറയുന്നത് ഈ അമേരിക്കയുടെ ക്ഷണങ്ങളൊക്കെ ആത്മാർത്ഥതയില്ലാത്തതായിരുന്നതും ഇത് ഇന്ത്യയുടെയും ചൈനയുടെയും തമ്മിലുള്ള ബന്ധങ്ങൾ വഷളാക്കാനും നശിപ്പിക്കാനും ഒക്കെ വേണ്ടി ശ്രമിച്ചിരുന്നെന്നും ഇതൊക്കെ ഒരു പരീക്ഷണം മാത്രമായിരുന്നു എന്നൊക്കെ ഉള്ളതായിരുന്നു. പക്ഷെ ഒരു കാര്യം ചിന്തിക്കേണ്ടിയിരുന്നത്, എന്നിട്ടും ചൈന ഇന്ത്യയും ആയിട്ടുള്ള ബന്ധം വഷളായില്ലേ? നശിക്കാൻ കാരണമായില്ലേ? ഒന്നും സംഭവിച്ചില്ലേ? 1962 ചൈന ഇന്ത്യയെ ആക്രമിച്ചു. അതും ശ്രീ നെഹ്റു പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ തന്നെ. ഇന്ത്യക്ക് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ അംഗത്വം ലഭിക്കുമായിരുന്നു ശ്രമിച്ചിരുന്നുവെങ്കിൽ പറയപ്പെടുന്നു. ഇന്ത്യയെ അംഗമാക്കാനുള്ള സോവിയറ്റ് യൂണിയന്റെ ശ്രമത്തെ അമേരിക്കയും അമേരിക്കയുടെ ശ്രമത്തെ സോവിയറ്റ് യൂണിയനും പിന്തുണയ്ക്കുമായിരുന്നു. ഇനി ഇതൊക്കെ നടക്കാത്ത കാര്യമാണെന്ന് നമ്മൾ തർക്കിച്ചാൽ തന്നെ ഇന്ത്യ ഇങ്ങനെയൊരു സുരക്ഷാ സമിതിയിലേക്കുള്ള അംഗത്വം കിട്ടാൻ വേണ്ടി ഒരു ചെറിയ ശ്രമം പോലും നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് ചരിത്രത്തിലെ സങ്കടകരമായ ഒരു സത്യം. 1955 ശ്രീ നെഹ്റു സോവിയറ്റ് യൂണിയനിൽ സന്ദർശനം നടത്തി. അന്ന് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന, ഇന്ത്യയെ പോലെയുള്ള ഒരു മഹത്തായ രാജ്യത്തിന്
ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയുടെ അംഗത്വത്തിന് അവകാശമുണ്ടെങ്കിലും ഇത്തരമൊരവസ്ഥയിൽ ഇന്ത്യ അതിനുവേണ്ടി ആകാംക്ഷാഭരിതയായി കാത്തിരിക്കുന്നില്ല എന്നുള്ളതുമാണ്. എന്തൊരു കഷ്ടമല്ലേ, ഇന്ത്യ ഈ അവസരവും നഷ്ടപ്പെടുത്തി. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിലുള്ള അംഗത്വം ഇന്ത്യയെ ഇന്ന് മറ്റൊരു ഇന്ത്യയാക്കി മാറ്റിയേനെ. അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ നടക്കുമ്പോഴത്തേക്കിന് ശക്തമായ വഴികൾ നമുക്ക് കാട്ടിത്തന്നേനെ. ചൈനയുമായിട്ടുള്ള തർക്കങ്ങൾ, കാശ്മീർ വിഷയങ്ങൾ, പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബംഗ്ലാദേശുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇതിലെല്ലാം മറ്റുള്ള രാജ്യങ്ങളുടെ ഔദാര്യത്തിനായിട്ട് കാത്തു നിൽക്കാതെ സ്വന്തമായിട്ട് ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് മറ്റുള്ള രാജ്യങ്ങളുടെ പിന്തുണ നേടിയെടുക്കാൻ ശക്തരാക്കി തീർക്കുമായിരുന്നുവെന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു.